Hello, I am Nisha. Welcome to part 2 video class on the chemical reactions and equations. In this video class, I am going to explain the different types of chemical reactions. നമുക്കറിയാം ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് ചുറ്റുമുണ്ട്. അതിനകത്ത് നമ്മൾ ടൈപ്സ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്ത് മെയിൻലി 4 types of chemical reactions ആണുള്ളത്. That is combination reaction, decomposition reaction, displacement reaction and oxidation reaction. ഈ ക്ലാസ്സിൽ ഞാൻ കോമ്പിനേഷൻ റിയാക്ഷനും ഡീകമ്പോസിഷൻ റിയാക്ഷനും എന്താണെന്നാണ് പറയുന്നത് വിത്ത് ഇറ്റ്സ് എക്സാമ്പിൾസ്. ഫസ്റ്റ് വൺ ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻ. അപ്പോൾ ആദ്യ റിയാക്ഷൻസ് ഒന്ന് ഞാൻ എഴുതി കാണിക്കാം. ഫസ്റ്റ് വൺ ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻ, സെക്കൻഡ് വൺ ഈസ് decomposition. Next, displacement, and the last one is oxidation or redox reaction. Oxidation reduction or redox reaction. So, let me say something about the combination reaction. കോമ്പിനേഷൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്, രണ്ട് റിയാക്ടൻസ് കമ്പൈൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്നോട് സ്വാഭാവികമായിട്ട് ചോദിക്കും, എല്ലാ റിയാക്ടൻസും കമ്പൈൻ ചെയ്യുന്നതല്ലേ റിയാക്ഷൻ എന്ന് പറയുന്നത്, പിന്നെ എന്തിനാ കോമ്പിനേഷൻ എന്ന് പറയുന്നത്? ഹിയർ ദ കണ്ടീഷൻ ഈസ് ദാറ്റ് ദർ വിൽ ബി 2 or more reactants. പ്രശ്നമില്ല, പക്ഷേ ദർ വിൽ ബി ഓൺലി 1 product formed. For example, consider the reaction A plus B. Here there are 2 reactants. പക്ഷെ കിട്ടുന്ന പ്രൊഡക്റ്റ് ഒരെണ്ണം. അവിടെയാണ് അതിൻ്റെ ഡിഫറൻസ്. സോ കോമ്പിനേഷൻ റിയാക്ഷൻ ഈസ് അറ്റ് ദോസ് റിയാക്ഷൻസ് ഇൻ വിച്ച് ദർ വിൽ ബി 2 or more reactants, but the product will be only 1. A plus B giving C. ആ ടൈപ്പിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. Can you give some examples of combination reactions? ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് കോമ്പിനേഷൻ റിയാക്ഷൻസിന്. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗിവിംഗ് വാട്ടർ. റിയാക്ടൻസ് രണ്ടാ, ആരൊക്കെയാ? ഹൈഡ്രജനും ഓക്സിജനും. പക്ഷെ പ്രോഡക്റ്റ് ഒന്നാ, വാട്ടർ. വേറൊരു എക്സാമ്പിളാണ് കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവിംഗ് കാർബൺ ഡൈ ഓക്സൈഡ്. C+O2 ഗിവിംഗ് CO2. ഇനി വേറൊരു റിയാക്ഷനാണ് അമോണിയ പ്ലസ് HCl ഗിവിംഗ് അമോണിയം ക്ലോറൈഡ് NH4Cl. എന്ന റിയാക്ഷൻസ് ഒക്കെ ഒന്ന് എഴുതാം. ഫസ്റ്റ് വൺ ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻ. Carbon plus oxygen giving carbon dioxide. 2 reactants combine to give 1 product. Hydrogen plus oxygen giving water. Balance cheyanengil 2H2 plus O2 giving 2H2O. Balance in the chemical equation in part 1 il paranjirunnu. Onnu just nokkiyekka. The next one is ammonia plus HCl giving ammonium chloride. So these are all examples of combination reactions. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് കാൽഷ്യം ഓക്സൈഡ് പ്ലസ് വാട്ടർ ഗിവിംഗ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. എന്താ ഈ കാൽഷ്യം ഓക്സൈഡ്? വാട്ട് ഈസ് കാൽഷ്യം ഓക്സൈഡ്? വാട്ട് ഈസ് ദ കളർ ഓഫ് കാൽഷ്യം ഓക്സൈഡ്? നിങ്ങൾ ഈ ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദ ഫിസിക്കൽ സ്റ്റേറ്റ് ആൻഡ് ദ കളർ ഓഫ് ദ റിയാക്ടൻസ് ആൻഡ് പ്രൊഡക്ട്സ്. CBSE ബേസ്ഡ് അല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വെച്ച് ചോദിക്കുകയാണെങ്കിൽ അവർ കളറിനും ആ ചേഞ്ചിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, കാൽഷ്യം ഓക്സൈഡ്. എങ്ങനെയാണ് കാൽഷ്യം ഓക്സൈഡ് ഉണ്ടാവണേ? ഈ ആനിമൽസിൻ്റെ ഒക്കെ ഷെല്ല് ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സാധനമാണ്, അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വെള്ള കളറിലുള്ള ഒരു പൗഡറാണ്, വൈറ്റ് പൗഡറാണ് കാൽഷ്യം ഓക്സൈഡ്. CaO. ഇതെന്തുമായിട്ടാണ് മിക്സ് ചെയ്യുന്നത്? വാട്ടറുമായിട്ട്. യു നോ ദ ഫോർമുല ഓഫ് വാട്ടർ, H2O ഗിവിംഗ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. എങ്ങനെ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എഴുതുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. CaOH2. എന്തെന്നാ ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ മലയാളത്തിലുള്ള പേര്? വാട്ട്സ് ദ നെയിം ഓഫ് ഇറ്റ്? സ്ലേക്കട്ട് ലൈം. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഈസ് ഓൾസോ കോൾഡ് സ്ലേക്കട്ട് ലൈം. ഇനി ഈ സംഭവം നിങ്ങൾക്ക് അറിയാം, ഈ റിയാക്ഷൻ നിങ്ങൾക്ക് അറിയാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ചുണ്ണാമ്പ്. എന്തിനാണ് യൂസ് ചെയ്യുന്ന ചുണ്ണാമ്പ്? നമ്മൾ കുറച്ച് പേര് പറയും വെറ്റില ബാക്കിന്റെ കൂടെ തിന്നുന്ന സാധനമാണ് ചുണ്ണാമ്പ്. കുറച്ച് പേര് പറയും വീടൊക്കെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ് ചുണ്ണാമ്പ്. രണ്ട് ശരിയാണ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ സ്ലേക്കട്ട് ലൈമിന്റെ ചുണ്ണാമ്പാണ്. ഇനി ഈ റിയാക്ഷൻ വേറെ, അപ്പൊ ഈ റിയാക്ഷനിൽ കാൽഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വൈറ്റ് കളർ സോളിഡ് ആണ്. വാട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലിക്വിഡ്.
കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അക്വസ്. എന്താ അക്വസ് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഇത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ പാർട്ട് 1 ഞാൻ പറഞ്ഞു തന്നു ഡിസോൾവിങ് ഇൻ വാട്ടറിനെ നമ്മൾ സാധാരണ പറയുന്ന ഫിസിക്കൽ സ്റ്റേറ്റ് അക്വസ് എന്നാണ്. ഇനി ഈ ഒരു റിയാക്ഷൻ പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ട്. ദിസ് റിയാക്ഷൻ is an example for reaction in which heat energy is evolved. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ എഴുതണം, പ്ലസ് ഹീറ്റ് എനർജി കൊടുക്കുന്നുണ്ട്. ഇറ്റ്സ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ പ്രോഡക്റ്റ്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രോഡക്റ്റേ കിട്ടുന്നുള്ളൂ, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് മാത്രം. പക്ഷേ ഹീറ്റ് എനർജി ഇവോൾവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഹീറ്റ് എനർജി ഇവോൾവ് ചെയ്യുന്ന റിയാക്ഷന് വേറൊരു പേരും കൂടി പറയും, എക്സോ എന്ന് പറഞ്ഞാൽ എന്താ, എക്സോതെർമിക് റിയാക്ഷൻസ്. എക്സോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എക്സോസ്റ്റ് ഫാൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ, എയർ പുറത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ എക്സോ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ എക്സോ തെർമിക് എന്ന് പറഞ്ഞാൽ എന്താ, ചൂട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ കോമ്പിനേഷനും ഇത് എക്സാമ്പിൾ ആണ്, എക്സോ തെർമിക്കിനും ഇത് എക്സാമ്പിൾ ആണ്. നിങ്ങൾക്കറിയാം നമ്മൾ ഈ ടെസ്റ്റ് ട്യൂബ് ഒന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ നല്ല ചൂടായിരിക്കും ടെസ്റ്റ് ട്യൂബിൽ. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ ചുണ്ണാമ്പ് കൂടുതൽ, നിങ്ങളിപ്പോൾ പെറ്റയൊക്കെ മുറുക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ഒക്കെ പറയുണ്ടാവും ചുണ്ണാമ്പ് കൂടുതൽ തിന്നാൽ വായ കൊണ്ടുവന്നു. ബിക്കോസ് ഇറ്റ് ഇസ് എ എക്സോതെർമിക് റിയാക്ഷൻ. അപ്പം ഹീറ്റ് എനർജി ഇവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസിനെയാണ് എക്സോതെർമിക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ 2-3 other examples were also given about the exothermic reaction. One is, I told you this about in the last part of the video, that is about methane plus oxygen. മീഥേൻ എന്ന് പറഞ്ഞാൽ ഗോബർ ഗ്യാസിലും അതുപോലെയുള്ള ഒരു ഫ്യൂവലാണ് മീഥേൻ. ഇറ്റ് ഈസ് എ ഗ്യാസ്. ഓക്സിജൻ ഈസ് ഓൾസോ എ ഗ്യാസ്. These two combines to give carbon dioxide plus water. ഇവിടെ എല്ലാത്തിനും ഇമ്പോർട്ടൻസ്, ഇറ്റ് പ്രൊഡ്യൂസ് ഹീറ്റ് എനർജി. നിങ്ങൾക്കറിയാം എല്ലാ ഫ്യൂവൽസും തരുന്ന സാധനമാണ്. ഫ്യൂവൽസിലെല്ലാം നമ്മൾ കത്തിക്കുന്നതിന് കാരണം ഇറ്റ് ഈസ് ഹാവിംഗ് ഹീറ്റ്, ഈസ് ഇവോൾവിംഗ് ഹീറ്റ് എനർജി. സോ ദിസ് ഈസ് ഓൾസോ ആൻ കോമ്പിനേഷൻ അല്ല, ശ്രദ്ധിക്കണം. ദിസ് ഇസ് എ എക്സോതെർമിക് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ എന്ത് സംഭവിക്കുന്നു, ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നു. ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ദിസ് ഇസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഇനി വേറൊരു എക്സാമ്പിൾ ആണ് റെസ്പിറേഷൻ. നമ്മൾ 24 മണിക്കൂർ ഇങ്ങനെ ശ്വസിക്കുന്നുണ്ടല്ലോ, ടേക്കിംഗ് ഇൻ ആൻഡ് എക്സേലിംഗ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ടേക്കിംഗ് ഇൻ ഓക്സിജൻ ആൻഡ് എക്സേലിംഗ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ദറ്റ് ഈസ് നത്തിങ് ബട്ട് റെസ്പിറേഷൻ. ഇതിനെ 24 മണിക്കൂർ നമ്മളിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ദറ്റ് ഈസ് ഓൾസോ എ എക്സോതെർമിക് റിയാക്ഷൻ. അവിടെ എന്താ സംഭവിക്കുന്നത്, ദ ഓക്സിജൻ വി ആർ ബ്രീതിങ്, ഇറ്റ് ഈസ് മിക്സിംഗ് വിത്ത് ദ ബ്ലഡ് ആൻഡ് we will also have the nutrients from the food we are taking. So what will happen? These nutrients will be breaking down into carbon dioxide and water. Carbon dioxide and water ഉണ്ടാവാനല്ല നമ്മുടെ ഉദ്ദേശം. They are producing heat energy എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ കണ്ടന്റ്. അപ്പോൾ this is a chemical reaction in which heat energy is evolved. So that is also an exothermic reaction. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ that is സ്ലേക്കഡ് ലൈമിന്റെ ആയാലും മീഥേന്റെ ആയാലും ഒക്കെ എക്സോതെർമിക് എന്ന് പറഞ്ഞതിന്റെ കൂടെ ഐ ക്യാൻ ഓൾസോ ഇൻക്ലൂഡ് ദിസ് ആസ് ആൻ എക്സാമ്പിൾ. ഏതായിരുന്നു, റെസ്പിറേഷൻ. വാട്ട് ഈസ് റെസ്പിറേഷൻ? ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് into carbon dioxide, water and heat energy. ഈ ഹീറ്റ് എനർജി, അതായത് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡാണ് ഹീറ്റ് എനർജി ആയിട്ട് നമുക്ക് we are using it for doing the work. So this is an exothermic reaction happening inside our body. ഇത് തന്നെയാണ് ഫ്യൂവൽ ആയിട്ട് നമ്മൾ ഓട്ടോമൊബൈൽസിലൊക്കെ പെട്രോളും അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോഴും ഇതേ റിയാക്ഷൻ തന്നെയാണ്. അതായത് ദറ്റ് ഈസ് എക്സോതെർമിക് റിയാക്ഷൻ. ഹീറ്റ് എനർജി ഈസ് ഇവോൾവ്. ആ ഹീറ്റ് എനർജി കൊണ്ടാണ് വണ്ടി ഓടുന്നത്. So all these are examples. അപ്പോൾ ആ റിയാക്ഷൻ കൂടെ ഞാൻ എഴുതാം, എക്സോതെർമിക് റിയാക്ഷൻ. ഇത് രണ്ടും കൂടി കൺഫ്യൂസ് ചെയ്യരുത്. ഞാൻ ഈ പറഞ്ഞ റിയാക്ഷൻസ് ഒന്നും കോമ്പിനേഷൻ അല്ല, ദിസ് ആർ ഓൾ എക്സോതെർമിക്. ഇത് മാത്രമാണ് ഞാൻ ഈ ആദ്യം പറഞ്ഞ കാൽഷ്യം പ്ലസ് വാട്ടർ ഗിവിംഗ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് മാത്രമാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. കാരണം ഇറ്റ് ഈസ് ഹാവിംഗ് 2 reactants and 1 product. 2 എത്ര വേണമെങ്കിലും റിയാക്ടൻസ് ആവാം, പക്ഷേ പ്രോഡക്റ്റ് ഒന്നേ പാടുള്ളൂ. ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. അപ്പം ഞാൻ റെസ്പിറേഷൻ നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഇക്വേഷനും കൂടി ഞാൻ എഴുതാം. അപ്പോൾ ഗ്ലൂക്കോസ്, നമ്മൾ ഈ കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉപയോഗിക്കുന്ന യൂസ് ചെയ്യുന്ന ന്യൂട്രിയൻസ് എല്ലാം എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ഗ്ലൂക്കോസ്. വാട്ട് ഇസ് ദ ഫോർമുല ഫോർ ഗ്ലൂക്കോസ്? C6H12O6. സോ അതിനെന്താ സംഭവിക്കുന്നത്, C6H12O6 in the presence of C6H12O6 in the presence of oxygen. നമ്മൾ breathe ചെയ്യുന്ന oxygen. So what will happen? This will get converted. What is this? This is a combustion reaction. Combining with oxygen producing heat energy is a combustion reaction. So what is the product?
കാർബൺ ഗെറ്റ്സ്, കാർബൺ ഉണ്ട് ഹൈഡ്രജനും ഉള്ളതാണ് ആര്, ഗ്ലൂക്കോസ്. അപ്പൊ കാർബൺ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഓക്സൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, വാട്ടർ പ്ലസ് വാട്ടർ. ഇതിനൊന്നുമല്ല നമ്മൾ ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതായത് റെസ്പിറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് ടു ലിബറേറ്റ് ഹീറ്റ് എനർജി. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ്, ഇസ് ഫ്രോം ലിബറേറ്റ് ഹീറ്റ് എനർജി. ഹീറ്റ് എനർജി അങ്ങനെ ലിബറേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ആൻ എക്സോതെർമിക് റിയാക്ഷൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് കോമ്പിനേഷനും എക്സോതെർമിക് റിയാക്ഷനും. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് സെക്കൻഡ് വൺ. എന്തായിരുന്നു സെക്കൻഡ് വൺ? ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എന്താണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് നോക്കാം. സെക്കൻഡ് വൺ ഈസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. എന്താ വാക്കിന്റെ അർത്ഥം? വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക്. ഡീകമ്പോസിഷൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? ഡീകമ്പോസ് ചെയ്യുന്നു, എന്തോ ഡീകമ്പോസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ എന്താ? ബ്രേക്ക് ഡൗൺ ആവുന്നു അല്ലേ? ബ്രേക്ക് ഡൗൺ. ഫോർ എക്സാമ്പിൾ ഈ പേന, ഇതിപ്പോൾ ഞാൻ ബ്രേക്ക് ഡൗൺ ആക്കുകയാണെങ്കിൽ ഇതിനെ പൊട്ടിക്കുകയാണ് അല്ലേ? അപ്പം എന്ത് കിട്ടും? എനിക്ക് 2 പീസ് കിട്ടും. നല്ല ബലം ഉണ്ടെങ്കിൽ 2 പീസ് കിട്ടും. അത്രയ്ക്ക് ബലമില്ലാത്തതുകൊണ്ട്, എനിക്ക് ബലമില്ലാത്തതുകൊണ്ട് പൊട്ടുന്നില്ല. സോ വാട്ട് ഐ എം ഗിവിങ്? ഐ എം ഗിവിങ് എനർജി അല്ലേ? അപ്പോൾ ഒരു റിയാക്റ്റന്റ് by giving energy getting converted into 2 or more simple products, അതിനെയാണ് നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അതിലിപ്പോൾ നമ്മൾ ലെറ്റേഴ്സ് വെച്ച് എഴുതുകയാണെങ്കിൽ എങ്ങനെ പറയും? എ ഗിവിങ്, എ എന്ന് പറഞ്ഞ ഒരൊറ്റ റിയാക്റ്റന്റ് ആണ്. ഗിവിങ് ബി പ്ലസ് സി. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കോമ്പിനേഷനും ഡീകമ്പോസിഷനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ദേ ആർ ഓപ്പോസിറ്റ് അല്ലേ? കോമ്പിനേഷനിൽ 2 റിയാക്റ്റന്റ് ഉണ്ടായിരുന്നു, ഒരു പ്രൊഡക്റ്റ് ആണ്. ഇവിടെ നോക്കിയേ, ഒരു റിയാക്റ്റന്റ് ഉണ്ട്, 2 പ്രൊഡക്റ്റ് ആണ്. സോ ദീസ് 2 ആർ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ. ഇനി ഞാൻ പറഞ്ഞു എനർജി കൊടുത്താലേ എനിക്കിതിനെ പൊട്ടിക്കാൻ പറ്റുള്ളൂ അല്ലേ? സോ ഹിയർ ഓൾസോ ഐ ഷുഡ് ഹാവ് ടു ഗേവ് എനർജി ഫോർ ദ പ്രോസസ് ഓഫ് ഡീകമ്പോസിഷൻ. എനർജി എന്ന് പറഞ്ഞാൽ പല രീതിയിലാവാം. ഫോർ എക്സാമ്പിൾ സംടൈംസ് ഐ ക്യാൻ ഗീവ് ഹീറ്റ് എനർജി ഫോർ ദ റിയാക്ഷൻ. അതിന് പറയുന്ന പേരാണ് തെർമൽ ഡീകമ്പോസിഷൻ. Sometimes I can give electricity to break down the reactant. That is called electrolytic decomposition. And the third one is by applying light. Light is also a form of energy. We can decompose the reactant. That is called photolytic decomposition. So decomposition reactions are of 3 types. They are thermal decomposition, electrolytic decomposition and photolytic decomposition. അപ്പോൾ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് തെർമൽ ഡീകമ്പോസിഷനെ പറ്റി. തെർമൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ചൂട് കൊടുക്കുമ്പം ദ റിയാക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ്. ഹീറ്റ് എനർജി കൊടുക്കുമ്പം അത് ഡീകമ്പോസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ നിങ്ങൾക്ക് തുടങ്ങിയപ്പോൾ ഞാനൊരു റിയാക്ഷൻ പറഞ്ഞിരുന്നു, കാൽഷ്യം കാർബണേറ്റ്. ഇതെന്നാ ഈ കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞ സാധനം? കാൽഷ്യം കാർബണേറ്റ് എന്തിലൊക്കെയാണ് ഉള്ളത്? നമ്മുടെ മുട്ടയുടെ തോടിലുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മാർബിളിലുണ്ട്, ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞ സാധനമാണ്, CaC ചോക്കിലുണ്ട്. സോ കാൽഷ്യം കാർബണേറ്റ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാർബണേറ്റ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കുന്ന ഗ്യാസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പം ഞാനിവിടെ എന്താ ചെയ്യുന്നത്? ഇതിനെ ഞാൻ അങ്ങോട്ട് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എ ഗ്യാസ് ഈസ് ഇവോൾവ്ഡ് വിച്ച് ടേൺസ് ലൈം വാട്ടർ മിൽക്കി. ടേൺസ് ലൈം വാട്ടർ മിൽക്കി എന്ന് പറയുമ്പോൾ ഉടനെ ആലോചിക്കണം ദ ഗ്യാസ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. സോ വാട്ട് ആർ ദ അതർ പ്രൊഡക്ട്സ്? കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് ഒരു എക്സാമ്പിൾ പഠിക്കുമ്പം വി ഷുഡ് ഹാവ് ടു സ്റ്റഡി അബൌട്ട് ഇറ്റ്സ് ചേഞ്ചസ്. കാൽഷ്യം കാർബണേറ്റ് ഈസ് എ വൈറ്റ് കളർ സോളിഡ്. കാൽഷ്യം ഓക്സൈഡ് ഈസ് ഓൾസോ എ വൈറ്റ് കളർ സോളിഡ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ഗ്യാസ്. ഇനി നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുകയെന്ന് ചോദിച്ചാൽ നല്ല എക്സാമ്പിൾ പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന എക്സാമ്പിൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, എ കോമ്പൗണ്ട് എ which is a white color powder on heating produces a gas which turns lime water milky and a white color solid residue. മനസ്സിലായോ? A compound A on heating gave a white residue and a gas which turns lime water milky. Identify the chemical A. What type of reaction is this? Write the balanced chemical equation. 5 മാർക്കിനോ 3 മാർക്കിനോ CBSE സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനത്തെ ടൈപ്പ്. സോ വൈൽ സ്റ്റഡിങ് ദ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ നിങ്ങൾ എപ്പോഴും അതിൽ വരുന്ന ചേഞ്ചസ് ശ്രദ്ധിക്കണം. സോ ഇതിപ്പോൾ ഇക്വേഷൻ ബാലൻസ് അല്ലേ? നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ബാലൻസിങ്. പാർട്ട് 2 നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ബാലൻസിങ്. പാർട്ട് 1 അതുകൊണ്ട് നിങ്ങൾക്ക് ബാലൻസിങ് അറിയാം. ദ ഇക്വേഷൻ ഈസ് ഓൾറെഡി ബാലൻസ്ഡ്. സോ ദിസ് ഈസ് എ തെർമൽ ഡീകമ്പോസിഷൻ ഇൻ വിച്ച് one reactant A decomposes to A
B and C. Two products. So it's an example for a thermal decomposition reaction. This is a reaction. This is a question. Ferrous sulfate, FeSO4. Ferrous sulfate, FeSO4. 2 ആണ് valency of iron, FeSO4, ferrous sulfate. This is a pale green color solid. Pale green or light color green color solid. This is heat, that is also a thermal decomposition. The heat this gets converted into Fe2O3. It is ferric oxide and sulfur dioxide plus sulfur trioxide. The balance here is 2 FeSO4. The equation is balanced. You know, FeSO4 is solid. Fe2O3 is reddish brown color. This is also a solid. The sulfur dioxide gas is O3 gas. Here also, one reactant decomposes to give many products. Now, you a compound A, which is pale green in color, on heating turns to reddish brown substance with the liberation of two gases having the smell of burning sulfur. Identify element the compound A, compound B, and the two gases evolved. Write the balanced chemical equation. When there is no reaction, pale pacha color ferrous sulfate eduthu nammal choodaakkumbom aa substance kude oru reddish brown substance liberate undavugeyum rendu gas evolve cheyum aa rendu gas ina burning sulfur aanallo sulfur dioxide nu parna sulfur burn cheyidundavana burning sulfur ന്റെ മണമാണ് അങ്ങനെയാണെങ്കിൽ the reaction is a decomposition of ferrous sulfate. This is an example of lead nitrate. Lead nitrate is white in color. Lead nitrate. That is the reaction. PbNO3 twice. Lead nitrate is a reactant. Decomposition. We are getting the products as lead oxide plus NO2 plus O2. Question balance here 2 PbNO3 twice giving 2 PbO plus 4 NO2. In the state this is solid, this is also solid, these two are gas. Lead nitrate is a color solid powder. That's reddish brown color gas evolved. In the reddish brown gas, NO2 and oxygen is produced. So this is a thermal decomposition reaction in which one reactant decomposes to give many products. So this is an example for a thermal. We are taking a beaker and we are taking water in it. This black color cathode and anode. The electrode connected to the negative terminal is called cathode and which is connected to the positive terminal is called anode. This is a test tube inverted. This is connected to a 6-volt battery. Current water gets decomposed. Water elements are hydrogen and oxygen. So what is the reaction? H2O decomposes to give H2 plus O2 on applying current balance here 2H2O giving 2H2 plus O2. Liquid, gas, gas. So what is this electrode in the mole item? Oxygen gas and hydrogen gas. Cathode is hydrogen, anode is oxygen. Hydrogen is negatively charged electrode. Cathode is oxygen is positive terminal anode. So from these test tubes you will get oxygen and hydrogen by the splitting of water with the help of electric current. In CBS is a question why the volume of hydrogen is twice the volume of oxygen connected. Hydrogen volume oxygen. What is the reason for that?
And the reason is water is having the formula H2O. For 2 atoms of hydrogen, 1 atom of oxygen will be liberated. That's we will be getting the hydrogen-oxygen volume in this ratio, 2:1 ratio. That is about the electrolytic decomposition. Next is photolytic decomposition. From the word itself, photo means light. Light കൊണ്ട് decomposition നടക്കുന്നതിനെയാണ് നമ്മൾ photolytic decomposition എന്ന് പറയുന്നത്. For example, silver chloride. Silver chloride എന്ന് പറഞ്ഞാൽ white കളറിലുള്ള ഒരു പൊടിയാണ്. അത് എപ്പോഴും ബ്രൗൺ ബോട്ടിലായിരിക്കും സേവ് ചെയ്ത് വെക്കുക. കാരണം എന്താണെന്നറിയോ, സിൽവർ ക്ലോറൈഡ് when exposed to light for some time, it gets converted into silver plus chlorine. 2AgCl giving 2Ag plus Cl2. AgCl is solid, Ag is also solid, and the chlorine will be the gas evolved. വെള്ള കളറിൽ നമ്മൾ എടുത്ത സിൽവർ ക്ലോറൈഡ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇറ്റ് ബിക്കംസ് ഗ്രേഷ് ഇൻ കളർ. കാരണം എന്താ? ബിക്കോസ് ഓഫ് ദ ഫോർമേഷൻ ഓഫ് സിൽവർ. എന്തുകൊണ്ടാണ് കാര്യം? ലൈറ്റ് ഫോൾ ചെയ്തു. ലൈറ്റ് ഫോൾ ഡീകമ്പോസ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ഫോട്ടോളിറ്റിക് ഡീകമ്പോസിഷൻ. ഫോർ എക്സാമ്പിൾ ആണ് സിൽവർ ബ്രോമൈഡ്. സിൽവർ ബ്രോമൈഡ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് പണ്ട് കാലത്തുള്ള ഫോട്ടോഗ്രാഫിക്കിൽ, അതായത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലാണ് നമ്മൾ പണ്ടത്തെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിനകത്ത് കോട്ട് ചെയ്തിരുന്നത് സിൽവർ ബ്രോമൈഡ് ആണ്. ഇറ്റ് ഡീകമ്പോസസ് ടു ഗിവ് സിൽവർ പ്ലസ് ബ്രോമൈൻ. സോ ദിസ് ആർ എക്സാമ്പിൾസ് ഓഫ് ഫോട്ടോളിറ്റിക് റിയാക്ഷൻ. അപ്പോൾ നേരത്തെ ഞാൻ നമ്മളോട് പറഞ്ഞു കോമ്പിനേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡീകമ്പോസിഷൻ. അപ്പോൾ ഞാൻ നേരത്തെ അതിന് മുന്നേ ഞാൻ പറഞ്ഞു കോമ്പിനേഷൻ എന്ന് പറയുന്നത് റിയാക്ഷനാണ്. മെജോറിറ്റി ഓഫ് ദം, എല്ലാം എന്ന് പറയുന്നില്ല, മെജോറിറ്റി ഓഫ് ദം എക്സോതെർമിക് റിയാക്ഷൻ ആണ്. പക്ഷേ ഡീകമ്പോസിഷനിലെ എല്ലാം തന്നെ ഇറ്റ് ഈസ് എൻഡോതെർമിക് റിയാക്ഷൻ. എന്താണ് പറയാൻ കാര്യം? എനർജി ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് ആണ് ആ പ്രോഡക്ട്സ് എല്ലാം ഫോം ചെയ്തത്. ഈ എനർജി ഏതൊക്കെ എനർജി എടുത്തത്? ഹീറ്റ് എനർജി എടുത്തു, അതിന് പറഞ്ഞ പേരാണ് തെർമൽ ഡീകമ്പോസിഷൻ. ലൈറ്റ് എനർജി എടുത്തു, അതിന് പറഞ്ഞ പേരാണ് ഫോട്ടോളിറ്റിക് ഡീകമ്പോസിഷൻ. ഇലക്ട്രിക് കറണ്ട് എടുത്തു, അതിന് പറഞ്ഞ പേരാണ് ഇലക്ട്രോളിറ്റിക് ഡീകമ്പോസിഷൻ. അപ്പൊ ഇന്ന് 2 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് വിത്ത് സം എക്സാമ്പിൾസ് ആണ് ഞാൻ ഈ വീഡിയോ ക്ലാസ്സിലൂടെ പറഞ്ഞത്. ഇനി അടുത്തുള്ളത് 2 more reactions are there, that is oxidation reaction and displacement reaction. This is that we can have in the next video class. I hope you understood this video class. Thank you for watching.